ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് രാവിലെ തുടങ്ങി നല്ല മഴ പെയ്യുന്നുണ്ട്. ഇന്ന് മഴ ദിവസം തോന്നുന്നത് കണ്ടോ. പിന്നെ മെഡിക്കലിൻ്റെ ദിവസമാണ്, മെഡിക്കലിന് പോകേണ്ട ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ പോകണമെന്ന് വിചാരിച്ചേക്കുന്നത് 8 മണിക്ക് ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനിലാണ്. ആദംകൂട്ടനെയും കൊണ്ട് പോകണം. കാരണം ആദ്യത്തിനോട് നിർത്തിയിട്ട് പോകാനായിട്ട് പറ്റില്ല. അത് നിൽക്കില്ല, സമ്മതിക്കില്ല. പിന്നെ കരച്ചിൽ ബഹളാവും. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കറങ്ങി തുടങ്ങി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ അറിയാവും. അതുകൊണ്ട് അത് റിസ്ക് ഞാൻ എടുക്കണില്ല. അപ്പോൾ അവനെയും കൂടി കൊണ്ടുപോകണം. മഴയാണ്, അവനെയും കൂടി കൊണ്ട് പോകുമ്പോൾ എങ്ങനെയാവും എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. ഈ സമയത്തൊക്കെ ചേട്ടായി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്കൊരു ആശ്വാസമായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്ക് പോയാലും അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോയാലും ആള് ഹാൻഡിൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവനെയും കൊണ്ട് ബസ്സിൽ പോണ. മെഡിക്കൽ എവിടെയെന്ന് വെച്ചാൽ എറണാകുളത്താണ് മെഡിക്കൽ. എറണാകുളം വരെ പോകണം. ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ പിന്നെയും കുറച്ച് ദൂരം കുറവാണ്. പക്ഷേ ഇവിടുന്ന് തൃശ്ശൂർ ടു എറണാകുളം കുറച്ചും കൂടി ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകാനും പറ്റില്ല. വീട്ടിലേക്ക് പോയിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ വീട്ടിലേക്ക് പോകാൻ അമ്മച്ചിക്ക് ഇന്നലെ തുടങ്ങി ഒടുക്കത്തെ തലകറക്കം മാറിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അപ്പോളോയിൽ കൊണ്ടുപോയി. അവിടെ കുറച്ച് നേരം കിടന്നു, അത് ഇഞ്ചക്ഷൻ എടുത്തു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിലേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പോകാണ്ട് നിവർത്തിയില്ല ഏതായാലും. അങ്ങനെ ഞാൻ അബ്രുവിനെ ഇവിടെ ആക്കിയിട്ടാണ് പോണേ. അമ്മച്ചി അപ്പച്ചനും ഇവിടെ ഉണ്ടല്ലോ. അബ്രുവിനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അബ്രുവിനെ അന്വേഷിക്കൊന്നുമില്ല. അപ്പച്ചനെ അമ്മച്ചി നോക്കിക്കോളാം. അവന് നേരത്തിന് ഭക്ഷണം കൊടുക്കുക. പിന്നെ ഞാൻ പോണത് കണ്ടാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇപ്പം അവൻ ഉറക്കത്തിൽ നിന്ന് എണിച്ചിട്ടില്ല. ഞാൻ എന്നാലും അവനെ അപ്പച്ചൻ്റെ അടുത്ത് കൊണ്ട് കിടത്തിയിട്ടുണ്ട്. ആദ്യംകൂട്ടനാണെങ്കിൽ എണിച്ചിട്ടില്ല. ഇനി അവൻ്റെ കാര്യങ്ങൾ നോക്കണം. തുണിയാണെങ്കിൽ ഇന്ന് നമുക്ക് കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോഴത്തെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഞാൻ തുണിയൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. മുകളിലേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ ഇട്ടുള്ള. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. കണ്ടോ, ദിവസം നോക്കിയേ. ഈ മഴയത്ത് കോടയും ചൂടി ഇവനെയും പിടിച്ച് ഒരു ദിവസം ഞാൻ അവനെ ചാലക്കുടിക്ക് കൊണ്ടുപോയില്ലേ, അന്ന് എനിക്ക് എൻ്റെ മസിൽ കയറി. കാരണം ഞാൻ ഇവനെ എടുത്തിട്ട് ബസ്സിൽ കയറി. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, മസിൽ കയറി കാരണം വേദനയായിരുന്നു. ഇന്നിപ്പോൾ അവനെ കയറ്റാന്ന് വിചാരിച്ചപ്പോൾ മഴയും എന്തിട്ടൊക്കെ ചെയ്യാം. എൻ്റെ അമ്മയ്ക്കിടയിൽ യാതൊരു സമാധാനം ഇല്ല. ഒറ്റയ്ക്ക് പോകുമ്പോൾ സൂക്ഷിക്കണേ, അതാണ് ഇതാണ്. എന്നെ ഇതുവരെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് വിട്ടിട്ടില്ല. മറ്റേ കൂട്ടിലടിച്ച കിളിയുടെ പോലെ വളർത്തിയിട്ടേ ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ഒരു പേടി. ഇത്ര ദൂരത്തേക്കൊക്കെ അറിയാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉള്ളൊരു പേടിയാണ്. ഞാൻ പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഉള്ളത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാ. ചായ ഞാൻ കട്ടൻ കാപ്പി കൊടുത്തിട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ പാൽ ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ബസ്സിലെങ്ങനെ കയറി. ഇത്ര ദൂരം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോണത്. അന്ന് എനിക്ക് പേടിയുണ്ട്. അപ്പം കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ റസ്ക് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്കിട്ടില്ല. അവൻ എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവനെ ലാസ്റ്റ് എനിപ്പിക്കുന്നതല്ലേ ബുദ്ധി. അല്ലെങ്കിൽ പിന്നെ കരച്ചിലും ബഹളാവും. അവൻ്റെ ഉറക്കക്ഷീണം മാറിയിട്ടുണ്ടാവില്ല. ഈ ബാൽക്കണിയുടെ അവിടെ നിന്ന് ചായ കുടിക്കാൻ നല്ല രസം കേട്ടോ. ഞാൻ ഇതുവരെ ഇവിടെ നിന്നിട്ടില്ല. ആദംകൂട്ടനെങ്കിലും കണ്ടിട്ടില്ല. ഞാനിപ്പോൾ മോളിക്ക് കയറിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി എടുത്തതല്ലേ. മഴയും നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. പോകുമ്പോഴേ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ വേണം. അതായത് നമ്മുടെ പാസ്പോർട്ട് കോപ്പി, വിസ കോപ്പി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കലിൻ്റെ സ്ലിപ്പ്, ഫോട്ടോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇന്നലെ വൈകുന്നേരം എടുത്ത് വെച്ചു. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ നമ്മൾ അവിടെ തെണ്ടിയത് തന്നെ അവസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ഒന്നുകൂടി നോക്കുകയാണ്. ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. 2 ഫോട്ടോ മതി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കൂടുതൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഞാൻ അന്നെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട്. പിന്നെ പാസ്പോർട്ടൊക്കെ ഞാൻ എൻ്റെ പാസ്പോർട്ട് തന്നെയാണെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ. കാരണം ഇവരുടെ എങ്ങനെ എടുത്ത് ചെക്ക് ചെയ്യണമെങ്കിലേ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ. പിന്നെ ആധാർ കാർഡ്, പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസ കോപ്പി, മെഡിക്കൽ സ്ലിപ്പ്. ഈശ്വര, മെഡിക്കൽ സ്ലിപ്പ് എടുത്ത് വെച്ചിട്ടില്ലേ. മെഡിക്കൽ സ്ലിപ്പ് ഉണ്ട്. അപ്പം ഇതൊക്കെ കൂടി എടുത്ത് ഫയലിൽ വെക്കുക. ഭദ്രമായി ബാഗിൽ എടുത്ത് വെക്കുക. അതെ, നമ്മുടെ ആദംകൂട്ടനെ എനിക്കൂട്ടാ. അപ്പൊ മഴ പെയ്യുന്നുണ്ടാകും. നമ്മളെങ്ങനെ പോവാലും ഞാൻ അതവിടെ നിന്നോ, അമ്മ പോയിട്ട് വരാം. എനിക്കാ നീ വന്നുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കി ഇങ്ങനെ കിടന്നാ മതിയാ, കാര്യങ്ങൾ ചെയ്യണ്ടേ. ഗുഡ് ബോയ് ആയിട്ട് എനിക്ക് അബുരുവിനെ കൊണ്ടോണാ. അബുരുവിനെ കൊണ്ടോണ്ടേ? മഴ പെയ്യുമ്പോ എങ്ങനെ നമ്മള് പോവാ? കൊട ചൂടി പോണാ? കൊടയും ആ ബാഗും ആദത്തിനും ഒക്കെ കൂടി അമ്മ എങ്ങനെ പിടിക്കുക?
ഇങ്ങനെ പിടിക്കാന്നല്ലേ നീ കുറുമ്പം പോറു എനിക്ക് വെള്ളം വേണോ ഫ്ലാസ്കിൽ കൊണ്ടുപോണ എന്നിട്ട് 24 മണിക്കൂർ അത് കുടിച്ചിരിക്കാലോ അല്ലേ എന്നിട്ട് ഞാൻ എവിടെ മൂത്രം വയ്ക്കും ബസ്സിൽ കയറിയ ബസ്സിൽ കയറി മൂത്രം വയ്ക്കാൻ പറ്റില്ലാട്ടാ നമ്മുടെ ഡ്രസ്സ് മാറല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ 8 മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചേക്കണേ. 8 മണി കുറച്ച് കിടക്കുമെന്ന് എനിക്ക് തോന്നണം. ഇപ്പൊ 8 മണി ആവാറായിട്ടുള്ളൂ. അതാണെങ്കിൽ താഴത്ത് ഇറങ്ങി അബ്രു എനിച്ചിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എന്റെ പാടെ തന്നെ അപ്പാപ്പന്റെ അടുത്ത് കിടത്തിയേക്കായിരുന്നു അബ്രുവിനെ. അവനെ പോയി എനിപ്പിച്ചു. ഇവന്റെ സ്വഭാവം അതാണല്ലോ, ഇവൻ എനിക്ക് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എനിപ്പിക്കണം. അപ്പൊ അവനെ എനിപ്പിച്ചു. കരയണമൊന്നുമില്ല, ആള് കളിക്കണം. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ വാശി പിടിക്കും ഉറങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഇറങ്ങാൻ പോകണല്ലോ. അവര് പ്രാർത്ഥിക്കാട്ടാ ഇത് മെഡിക്കലൊക്കെ പാസ്സാവാൻ വേണ്ടി. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പാസ്സാവില്ലല്ലോ. അപ്പൊ ഞങ്ങള് അബ്രുവിനെ കൊണ്ടുപോകണില്ല. അബ്രുവിനെ കൊണ്ടുപോകാന്നാണ് ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബ്രുവിനെ കൂടി ഞാൻ എങ്ങനെ കൊണ്ടുപോകാനാ? പിന്നെ അബ്രുവിനെ നമ്മൾ അത്ര ദൂരത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനും വയ്യാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ നമ്മള് ഈ റിസ്ക് എടുത്ത് ബസ്സിന് പോകണം. എല്ലാവരും കൂടി വരണ്ടേ. എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ പോകാനും പറ്റില്ല. അബ്രുവിനെ കൊണ്ടുപോകണമെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരണം. അപ്പൊ അവർക്കും ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ റിസ്ക് എടുത്ത് ഇവനെ കൊണ്ട് പോണത്. ഞങ്ങളതേ ആമ്പല്ലൂർ എത്തിയിട്ടാ. വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ നമുക്ക് ബസ് കിട്ടി. അപ്പം വേഗം കയറി ആമ്പല്ലൂർ ഇപ്പോൾ ബസ് സ്റ്റോപ്പ് മാറ്റി എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടാ. ഇപ്പം ഇനിയിപ്പോൾ ഇങ്ങോട്ട് നടക്കണം, കുറച്ചും കൂടി നടക്കാനുണ്ട്. ആദംകൂട്ടർ ഇഷ്ടമായാ ആദംകൂട്ടം ഓക്കെയാണ്. ഇപ്പം ഇനിയുള്ള യാത്രയാണ് പേടിക്കണ്ട. ഇവിടെ വരെ ഓക്കെ. ഇവിടെ ഒരു 12 മണിക്കൂറൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് ഒരു ലോങ്ങാണേ. ഉറക്കം വന്നില്ല. ആദ്യത്തിന് എന്തായാലും ചപ്പാത്തി ഞങ്ങളിത് ഇവിടെ എത്തി. ഈ ആദ്യത്തിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കാൻ കേട്ടോ. ആദ്യത്തിന് ബസ്സി വന്നത് ഇഷ്ടമായ വീട്ടിൽ കൊണ്ടാകട്ടെ വേണ്ടേ? ഞാൻ എന്നോട് പറഞ്ഞതല്ലേ മരിക്ക് അവിടെ നിന്നാൽ മതിയെന്ന്. എന്തോരത് സമയം എടുത്തേ. 8 മണിക്ക് കയറിയിട്ട് ഇപ്പം 11:15 സമയം. അറിയോ അത് പിന്നെ എത്ര മണിയായിന്ന്? ചൂടുണ്ടോ? അതോ ഊതിയിട്ട് വെക്കി. ഞങ്ങളിത് ഇവിടെ എറണാകുളത്ത് എത്തിയിട്ടാ. ആദത്തിന് ഞാൻ ഇത്തിരി ചായ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അതിപ്പോൾ ഹാപ്പി ആയില്ലേ? ഇപ്പം ശരിയായില്ലേ? ഞങ്ങൾ ബസ്സിൽ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അപ്പുറത്തെ സൈഡിലായിരുന്നു സംഭവം. ഇനി നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യണം. ഇവിടെ ആണെങ്കിൽ ഫുള്ള് സിഗ്നല് ഒക്കെ നോക്കി ക്രോസ് ചെയ്യണം. അപ്പുറത്തെ സൈഡിലാണ് ഇത് കണ്ട. ഇനി ഇത് ക്രോസ് ചെയ്യാം, അങ്ങോട്ട് കിടക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ മെഡിക്കൽ സെന്ററിലേക്ക്. അപ്പുറത്തെ സൈഡാണ് കണ്ടത്. ഞങ്ങളിത് ഇങ്ങനെ അവിടെ എത്തി. കുറച്ച് ക്രോസ് ചെയ്യാനുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക, ടൈം വെയിറ്റിങ് വരും. എന്തൊക്കെയാവും എന്നുള്ളത് നോക്കേണ്ടി വരും. അത് വയ്യണ്ടായാ ഹാപ്പി ആയി. അതിന് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടൊരു സമാധാനമായി. ഈശോ ഓക്കെ കയറി. ഇവിടെ കുറുമ്പ് കാണിക്കാൻ നിന്നോളൂ. കുറുമ്പ് കാണിക്കുമോ? അപ്പം ചേച്ചിമാരെ നടിയിട്ടു, ചേട്ടന്മാരെ നടിയിട്ടു. നോക്ക് എന്നിട്ട് നോക്കണം. ഇഞ്ചക്ഷൻ വയ്ക്കാൻ പോവാ. കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എക്സ്റേ ആണ്. എക്സ്റേ പ്രശ്നം. ആദ്യത്തിന് കേട്ടാ റേഡിയേഷൻ അല്ലേ. എക്സ്റേ എടുക്കുമ്പോഴേ ഓർണമെന്റ്സ് പാടില്ല. അതായത് മാല കൂരണം, 4 വട്ടം തലമുടി കെട്ടണം. അങ്ങനത്തെ പരിപാടി ഉണ്ടാകാം. കൂരണം. ഇതാണ് ഈ അതിട്ടിട്ട് വരില്ലായിരുന്നു. മാല ഊരി തലമുടി ഇങ്ങനെ കെട്ടി വെച്ചു. ഇതോ കൂരണാവോ വാച്ചോ കൂരണാവോ ചോദിച്ചോട്ടെ. അപ്പം നമ്മുടെ മെഡിക്കൽ കഴിഞ്ഞു കേട്ടോ. എല്ലാം കഴിഞ്ഞു. എക്സ്റേ ഉണ്ടായിരുന്നു, സ്കാനിങ് ഉണ്ടായിരുന്നു. അത് സ്കാനിങ് അല്ല, എക്സ്റേ ഉണ്ടായിരുന്നു. കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി റിസൾട്ട് കുറച്ച് നേരം ഇവർ 3 മണി to 5 മണി. നമുക്ക് റിസൾട്ട് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് VFS അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷമാണ് റിസൾട്ടിൻ്റെ ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് കളക്ട് ചെയ്യാൻ നിൽക്കണില്ല.
ഞാൻ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോലെ ആദ്യത്തിന് ജ്യൂസ് എന്തിനു വേണ്ടത്? ജ്യൂസ് വേണമെന്നാണ് ആദ്യത്തിന് പറഞ്ഞേക്കണേ. അപ്പോൾ അതിനെന്തെങ്കിലും ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാം. ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവന് ചോറ് വേണോ? ചോറ് വേണോ ജ്യൂസ് വേണോ? ജ്യൂസ് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങളപ്പോൾ പോവാണ്. അങ്ങനെ ഒരു അടുത്ത കടമയും കൂടി നമ്മുടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഈ എവിടെ നിന്നാലാണ് തൃശ്ശൂർക്ക് ബസ് കിട്ടാന്നാണ് ഞാൻ അടുത്തത് അന്വേഷിക്കേണ്ട കാര്യം. ഈ ചേച്ചിമാർ പറയായിരുന്നു ഇവിടെ ശരിക്കും ഉണ്ണികളെ കൊണ്ടുവന്നു കഴിഞ്ഞാലേ പറ്റാറില്ല, അവർക്ക് നോക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കുമ്പോഴും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഉണ്ണീനെ നോക്കാൻ വേണ്ടിയിട്ടേ ചേച്ചിമാർ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് തിരക്ക് കുറവായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ലേസ് കാണിച്ചു തരാം കേട്ടോ. പൈനാപ്പിൾ ജ്യൂസ് ആക്കി ഞാൻ അടിക്കട്ടെ. ലേസ് കുട്ടികൾ കഴിക്കാൻ പാടില്ല, പൊട്ട സാധന അറിയില്ലേ അത്. പിന്നെ പിന്നെ ചോദിക്കാൻ പാടില്ല അത് ചോദിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞ പൈനാപ്പിൾ ജ്യൂസ് അല്ല, അതാ പൈനാപ്പിൾ. കഴിച്ചോ? പിടിക്കാൻ പറ്റില്ല അല്ലേ? ബസ് വരച്ചേട്ടാ കൂട്ടാ. തൃശ്ശൂർ ബസ് നോക്കി അവിടെ ഫുള്ള് തിരക്കണ്ടോ അവിടെ. ഞങ്ങളിതേ ഇപ്പം ബസ്സൊക്കെ ഇറങ്ങി ആമ്പല്ലൂർ എത്തി. ആദത്തിൻ്റെ ഉറക്കം കഴിഞ്ഞില്ലേ? ഒരു ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ നിന്ന് എനിക്കു കിടക്കായിരുന്നു അവിടെ. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദത്തിന് എനിക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആമ്പല്ലൂർ എത്തി. ഇനി നേരെ വരന്തരപ്പള്ളി ബസ് പിടിക്കുക, വീട്ടിൽ പോവാം. ഓക്കെ, ഹാപ്പി അല്ല? ഇനി പോണാ? എന്നാ പോണ്ടേ? അവന് ഞങ്ങളിതേ അങ്ങനെ വീട്ടിലെത്തി. അല്ല അതാ നമ്മുടെ വീട് ദേ കാണുന്നു. നമ്മുടെ വീട് എവിടെയാ അത് കൂട്ടാ? ദേ നമ്മുടെ വീട് കാണുന്നു. ദേ നമ്മുടെ വീട്. അബ്രൂമത്ത് കിടന്ന് ഉറങ്ങായിരിക്കും. അബ്രു മിക്കതും ഉറങ്ങായിരിക്കും. എനിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇപ്പം സമയം 3 മണിയാണ്. ഞങ്ങൾ ബേക്കറിയിൽ കയറി ആദത്തിന് കുറച്ച് മഞ്ഞ മിച്ചർ എന്തിട്ടൊക്കെ വാങ്ങിച്ചതാ. മഞ്ഞ മിച്ചർ വാങ്ങിച്ചു, കപ്പലണ്ടി മിഠായി വാങ്ങിച്ചു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങളിങ്ങോട്ട് പോന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഏകദേശം. ഇനി വീട്ടിലെ പരിപാടികളാണ്, വീട്ടിലെത്തിയിട്ടുള്ള മേഖലകൾ. ആദ്യത്തിന് ജംച്ചി മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്തിട്ടൊക്കെ കൊച്ചു വയ്യാണ്ടായാ, ക്ഷീണായാ? അപ്പാപ്പൻ്റെ ജീപ്പ് എവിടെയാ? ഇവിടെ ഉണ്ടാ? എന്താന്ന്? അവര് ഉറങ്ങിണ്ടാവില്ലേ? അവര് ഉറങ്ങായിരിക്കും. അമ്മാമ്മ അപ്പാപ്പനും എനിട്ടുണ്ടാവില്ല. കിട്ടണില്ലേ? പൊന്നിന് ഊരാൻ കിട്ടണില്ലേ? ഈശോയേ, അമ്മേ ഒരു ഈ വിളിക്കാം മാമനെ. ചിരിക്ക്, ബെല്ലടിക്കണ, ബെല്ലടിക്കുക. എനിപ്പിക്ക്, വേഗം എനിപ്പിക്കുക അവരെ. അവർ കിടന്ന് ഉറങ്ങാണല്ലേ? അങ്ങനെ ഉറങ്ങണ്ട. ഇപ്പം ശരിക്ക് തരാം. അടച്ചേക്കായിരിക്കും കുഞ്ഞോ, അടച്ചിട്ടേക്കായിരിക്കും, കുറ്റിട്ടേക്കായിരിക്കും, ലോക്ക് ചെയ്തേക്കാ. അത് ഹാപ്പി ആയോ? ഇനി പോണോ? പോടാ. എന്തായാലും എനിപ്പിക്കും. അപ്പൊ കോട്ടെ മതി. അതെ വാ, ചോറിനാ വാ. അവര് ചേട്ടൻ വന്നൂടാ. ജംച്ചു വാങ്ങിട്ടോ നിനക്ക്? വാടി. അയ്യോ, എന്താണ് ഭയം. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ. വന്ന് ഡ്രസ്സ് മാറി ഞാൻ ആദ്യത്തിനെ ഒന്ന് ചൂടുവെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുളിപ്പിക്കണം. കാരണം ഇത്ര ദൂരം പോയി വന്നതല്ലേ. അപ്പം എൻ്റെ ഡ്രസ്സ് മാറിൽ ഞാൻ അവനൊന്ന് കുളിപ്പിച്ച് അബ്രമുത്തിനെ ഒന്ന് എടുത്ത് ഇത്തിരി പാലൊക്കെ കൊടുക്കണ്ടേ. കുറേ നേരം ഇല്ലേ അവൻ എടുത്തിട്ട്. കണ്ടപ്പോഴേക്കും ഇങ്ങനെ ഇരുമ്പിട്ടാ. ചേട്ടൻ്റെ അനിയനും കൂടി ഭയങ്കര കളിയിലാണ്. ഇത്ര നേരം അവനെ ഇപ്പൊ തല്ലുകൂട്ടായി. ഇത്ര നേരം അവനെ കൊണ്ട് കുഴപ്പമുണ്ടായില്ലേ. അവന് മാത്രം ഉണ്ടായല്ലേ സാധനങ്ങൾ ഉണ്ടായുള്ളൂ. ഇപ്പൊ ഇവനും ആവശ്യമായി, അവനും ആവശ്യമായി. അതന്നെ തല്ലുകൂട്ടം നടക്കണം. കണ്ട, അടിച്ചിടാ. അങ്ങനെ അക്കരെ മെസ്സി. ഞാൻ വന്ന വശം തന്നെ വേഗം കുളിച്ചു കൂട്ടാ. കാരണം ഇത്ര ദൂരം പോയ കാരണം ഭയങ്കര ഒരു ക്ഷീണുണ്ട്. എനിക്കൊരു ഉറക്കം വന്ന പോലെ തോന്നായിരുന്നു. ഇന്നലെ രാത്രി ആണെങ്കിൽ ഉറങ്ങിയപ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ആണെങ്കിലും എനിക്ക് ഉറക്കം അങ്ങോട്ട് ശരിയാവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഉറക്കം വരലുണ്ടായിരുന്നു.
ബസ്സിലിരുന്ന് ഉറങ്ങാന്ന് വെച്ചാൽ ഇവനെ പിടിച്ചിരിക്കണ എനിക്കൊരു പേടി. ഞാനെങ്ങാൻ ഉറങ്ങിയപ്പോൾ ഇവനെങ്ങാൻ എൻ്റെ കയ്യിൽ നിന്ന് താഴ്ത്തു വീണാലോ, അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അബ്രൂമത്തിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അമ്മച്ചി. അബ്രു കളിച്ച് നിൽക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ വേറൊരു സംഭവം രാവിലെ ഉണ്ടായി, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നുപോയി. വേറെ ഒന്നുമല്ല, അമ്മച്ചിയും കൂടി എൻ്റെ കൂടെ വരണുണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചി ഡ്രസ്സ് മാറി, അമ്മച്ചിയും വന്നിട്ടുണ്ട്, ഒറ്റയ്ക്ക് പോകണ്ട, ഇത്ര ദൂരം ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മച്ചിയും അബ്രുവിനെയും കൊണ്ടുപോകാന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അബ്രുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഒറ്റയ്ക്ക് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് പേടി കൊണ്ടാണ് എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞത്. പിന്നെ ഇവനെ ഞാൻ മെഡിക്കലിൽ കയറുമ്പോൾ ഇവനെ കയറ്റിയില്ലെങ്കിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇവൻ പുറത്ത് നിന്നു, ഇവനെ കൊണ്ട് അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഇവൻ നല്ല കുട്ടിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പേടി കൊണ്ട് അമ്മിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം അബ്രുവിനെയും ആദത്തിനെയും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ അവശതയാവും എന്നുള്ളത് സത്യമാണ്. ഞാൻ വയ്യാണ്ടാവും, എനിക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ രണ്ടുപേരും ഞാൻ തന്നെ എടുക്കണമെന്ന് വാശി പിടിക്കും, കരയും. പിന്നെ ഇത്ര ദൂരം കാറ്റടിയൊക്കെ കൊണ്ട് അബ്രുവിനെ കൊണ്ടുപോകുമ്പോൾ അവൻ വയ്യാണ്ടാവും. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും അമ്മിച്ച് എന്തായാലും വരണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ടുപോയി മെഡിക്കൽ കഴിഞ്ഞിട്ട് വരാം, അതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മിച്ച് ഡ്രസ്സ് മാറിയത് അമ്മച്ചിയെ കൊണ്ട് ഞാൻ ഊരിടിപ്പിച്ച് ഞാൻ എന്നിട്ട് ആദത്തിനെയും കൊണ്ട് പോയത്. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എല്ലാവരുടെ പ്രാർത്ഥനകൾ കൊണ്ടും യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായില്ല. എൻ്റെ അമ്മ അവിടെ ഇരുന്ന് കൊന്തെത്തിക്കലായിരുന്നു പാവം. അതിന് ഭയങ്കര പേടിയായിരുന്നു. ഒന്നാമത് തന്നെ ഇങ്ങനെ വിട്ടിട്ടില്ല, മുന്നേ തുടങ്ങി ഇങ്ങനെ വിടാണ്ട് ഇത്ര ദൂരത്തേക്കൊക്കെ വിടാത്ത കാരണേ മനസ്സിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. ഇത്ര ദൂരം പോകുമ്പോൾ, പിന്നെ കൊച്ചിനെ കൊണ്ട് പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അതൊക്കെ അവരുടെ ഉള്ളിലൊരു പേടിയുണ്ട്. അത് കൊന്തെത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുണ്ടാവും, രാവിലെ ഒടുങ്ങി കൊന്തെത്തിക്കലായിരുന്നുണ്ടാവും. ഒരു 100 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്, എവിടെ എത്തി, എന്തായി, എങ്ങനെയായി. അപ്പം ഞാൻ പറഞ്ഞ സമാധാനപ്പെട്ട, കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ പോകുന്നു പറഞ്ഞപ്പോൾ ഒരു സമാധാനം, ആശ്വാസം അമ്മച്ചിക്കായിട്ടാണ് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോൾ ഒരു വലിയ പേടിയൊന്നുമില്ല. മുന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു. ഇപ്പം നമ്മുടെ വായ കിടക്കണ നാക്കുന്നില്ല, ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് ആൾക്കാരോട് ചോദിക്കാം, ചേട്ടാ ഈ ഇതെവിടേക്കാ, എന്താ ചെയ്യണ്ടേ, എവിടെ സ്ഥലം, അങ്ങനെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ എവിടെയാണ് തൃശ്ശൂർക്ക് ബസ് കയറേണ്ടത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ കയറിയതിട്ടാ. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്കിപ്പോൾ പേടിയൊന്നുമില്ല. ഇനി എല്ലാത്തിനും ഒറ്റയ്ക്ക് പോകാനാണെങ്കിലും വലിയ പേടി കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തിനെയും കൊണ്ട് ബസ്സിൽ പോയി യാത്ര എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തന്നെ ബസ് കയറി. ഇവിടുന്ന് ബസ് കയറിയപ്പോഴെങ്കിൽ ഈ വഴിയുടെ അവിടെ എത്തിയപ്പോൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഓടിപ്പാ ചേട്ടൻ 2 മിനിറ്റ് നിർത്തിയിട്ടു. അങ്ങനെ ഞാനും അതും കൂടി കയറിയപ്പോൾ ഒരിക്കലും ഒരു ചേച്ചി പിടിച്ചുവിട്ടു. അതുകൊണ്ട് ആ ചേച്ചി പറയായിരുന്നു എനിക്ക് നിങ്ങൾ വന്നേണ്ടപ്പോൾ എൻ്റെ മോനും ഞാനും വന്നതാണ് ഓർമ്മ. അപ്പം ഇപ്പം ആ ഉണ്ണി വലുതായി, എന്നാലും ആ ഒരു ഓർമ്മയിൽ വന്നപ്പോഴേക്കും ആള് ഹെൽപ്പ് ചെയ്തുട്ടാ. അതുപോലെ ആമ്പല്ലൂർക്കുള്ള ബസ്സിലാണെങ്കിൽ, ആമ്പല്ലൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ബസ്സിലാണെങ്കിൽ കയറിയപ്പോഴേക്കും ആദ്യത്തിന് വീഴാണ്ടിരിക്കാനാണെങ്കിലും പിടിച്ചുവിട്ട് ആൾക്കാരൊക്കെ പിടിച്ച് നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആദ്യം അലമ്പ് ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും വേണമെന്നോ അങ്ങനെ ബസ്സിലിരുന്ന് എനിക്ക് വിശക്കണമെന്നോ ഒരു കാര്യം പറഞ്ഞില്ല. അവനിഷ്ടമായി, വേറെ ഒന്നല്ല, അവൻ ഈ ഫ്രണ്ടിൽ എന്നെ കൊണ്ടിരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവന് വണ്ടികൾ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഹാപ്പിയായി. ഇങ്ങോട്ട് പോകുന്നപ്പോഴും അങ്ങോട്ട് ഫ്രണ്ടിൽ കയറിയിരുന്നു, അങ്ങോട്ട് പോയപ്പോഴും ഫ്രണ്ടിൽ കയറിയിരുന്നു. അതുകൊണ്ട് അവൻ ഹാപ്പി ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മെഡിക്കലിൻ്റെ റിസൾട്ട് വരണം. ഇന്ന് കുറച്ച് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ റിസൾട്ടുകൾ വരണം. നമ്മൾ മെഡിക്കലി ഫിറ്റാന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് പോസിറ്റീവ് ആവുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് ടെസ്റ്റുകളിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുള്ളൂ. അത് കിട്ടിയാൽ മാത്രമേ നമ്മൾ മെഡിക്കൽ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് പറയാൻ പറ്റുള്ളൂ. അതെന്താവുമെന്ന് എനിക്കറിയില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലായ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും.